Hello my dear students, welcome back to Aegon Learning. This is me Aslam. മക്കളെ നമ്മുടെ പോളിനോമിയൽസ് അല്ലെങ്കിൽ ബഹുപദങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ഘടകങ്ങൾ കണ്ടുപിടിക്കുക എല്ലാവരും കുറച്ച് ബുദ്ധിമുട്ടുന്നതാണ്. നമുക്ക് ഈ ചാപ്റ്ററിൽ കാര്യമായിട്ട് പഠിക്കാനുള്ളത് ഇത് തന്നെയാണ്. അപ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് ആ ഒരു ഭാഗം മനസ്സിലാക്കാം. നമുക്ക് വേണമെങ്കിൽ ഘടകങ്ങൾ കണ്ടുപിടിക്കുന്നതിനെ അല്ലെങ്കിൽ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുന്നതിനെ കട്ട് ചെയ്യുക അല്ലെങ്കിൽ മുറിക്കുക. പോളിനോമിയൽസ് നമ്മൾ എന്താക്കാൻ പോവാണ്? കട്ട് ചെയ്യാൻ പോവാണ് അല്ലെങ്കിൽ മുറിക്കാൻ പോവാണെന്നൊക്കെ നമുക്ക് ചുമ്മാ വെറുതെ രസത്തിന് പറയാം. മക്കളെ, പോളിനോമിയൽസ് ബഹുപദങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഒരു പോളിനോമിയൽ ഇവിടെ എഴുതിയത് നിങ്ങൾ കാണാം. നിങ്ങൾക്കറിയാം പോളിനോമിയലൊക്കെ എന്താ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞാണ്. അതുകൊണ്ട് ഒരു പോളിനോമിയൽ ഇവിടെ എഴുതിയത് കാണാം. ഈ പോളിനോമിയൽ എന്ത് പോളിനോമിയലാണ്? സെക്കൻഡ് ഡിഗ്രി അല്ലെങ്കിൽ രണ്ടാം കൃതി ബഹുപദമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ചാപ്റ്ററിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് എന്താണ്? രണ്ടാം കൃതി ബഹുപദങ്ങളാണ്, സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽസ് ആണെന്നൊക്കെ നമ്മൾ എന്താക്കുന്നു? അറിഞ്ഞു വെക്കുക. വെരി സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആണ്. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതുമാണ്, രണ്ടാം കൃതി സമവാക്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതുമാണ്. ഇനി മക്കളെ, ഞാനൊരു പോളിനോമിയൽ സെക്കൻഡ് ഡിഗ്രി എഴുതി കഴിഞ്ഞു. ഇവിടെ ഞാൻ വേറൊരു ഫോം എഴുതിയിട്ടുണ്ട്. പി ഓഫ് എക്സ് is equal to ക്യൂ ഓഫ് എക്സ് ഇൻറ്റു ആർ ഓഫ് എക്സ്. ഈ ഒരു കാര്യം നിങ്ങൾ നല്ലോണം മനസ്സിലാക്കുക. ഒരു പോളിനോമിയൽ പി ഓഫ് എക്സ് എന്ന് പറയുന്ന ആളിനെ വേറെ രണ്ട് പോളിനോമിയലിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഗുണിതങ്ങളായിട്ട് എഴുതാൻ പറ്റുമെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ ക്യൂ ഓഫ് എക്സ് എന്ന് പറയുന്നതും ആർ ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? പി ഓഫ് എക്സ് എന്ന് പറയുന്ന വലിയ പോളിനോമിയലിന്റെ ഫാക്ടേഴ്സ് ആണെന്ന് പറയാം. ഞാൻ നേരത്തെ പറഞ്ഞു സെക്കൻഡ് ഡിഗ്രി രണ്ടാം കൃതി പോളിനോമിയൽസ് ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡീൽ ചെയ്യാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ എക്സ് സ്ക്വയർ മൈനസ് ഫോർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തായിട്ട് മാറും മക്കളെ? എക്സ് മൈനസ് ഫോർ ഇൻറ്റു എക്സ് പ്ലസ് ഫോർ ആണ്. ഇതെങ്ങനെ വന്നു? നമുക്കറിയാം എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി ഫോമിലാണ്. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് ഫോർ സ്ക്വയർ എന്തായിട്ട് മാറും? എക്സ് മൈനസ് ഫോർ ഇൻറ്റു എക്സ് പ്ലസ് ഫോർ, വിച്ച് മീൻസ് എക്സ് മൈനസ് ഫോറും എക്സ് പ്ലസ് ഫോറും എന്താണ്? എക്സ് സ്ക്വയർ മൈനസ് ഫോർ സ്ക്വയറിന്റെ രണ്ട് ഫാക്ടേഴ്സ് ആണ്, രണ്ട് ഘടകങ്ങളാണ്. ഇതേപോലെ വരുന്ന വേറൊരു നമ്പറാണ് എക്സ് സ്ക്വയർ മൈനസ് ടു സ്ക്വയർ എന്ന് പറയുന്നത്. ഇതിനെയും നമുക്ക് ഇതേപോലെ എഴുതാൻ പറ്റും. എക്സ് മൈനസ് ടു ഇൻറ്റു എക്സ് പ്ലസ് ടു എന്ന് എഴുതാൻ പറ്റും. രണ്ട് ഫാക്ടേഴ്സ് വന്നു. സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആണെങ്കിൽ രണ്ട് ഫാക്ടേഴ്സ് ഉണ്ടാവും, രണ്ട് ഫസ്റ്റ് ഡിഗ്രി ഫാക്ടേഴ്സ് ഉണ്ടാവും, രണ്ട് ഫസ്റ്റ് ഡിഗ്രി ഒന്നാം കൃതി ബഹുപദങ്ങൾ ഉണ്ടാവും എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇങ്ങനെ വെരി സിമ്പിൾ ആയിട്ട് ഈ ഒരു ഭാഗത്തൊന്നും എപ്പോഴും ഒരു മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്. ഇനി വേറൊരു ടൈപ്പാണ് ഈ കാണുന്നത്. പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് ടു എക്സ് പ്ലസ് വൺ എന്ന് പറയുന്നത്. ഇതിന് വെരി സിമ്പിൾ ആയിട്ടുള്ള ഒരു ട്രിക്ക് പറഞ്ഞു തരാൻ പോവാണ്. അതിനു മുമ്പ് ഇതിന്റെ ലോജിക്ക് ഞാൻ പറയട്ടെ. ഇതിന്റെ ലോജിക്ക് എന്ന് പറഞ്ഞാൽ മക്കളെ, ഇവിടെ എക്സിന് പകരം ഞാനൊരു എ എന്ന് പറയുന്ന നമ്പർ കൊടുത്തു. ഏത് നമ്പർ ആവാം. പി ഓഫ് എ 0 ആവുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എക്സ് മൈനസ് എ എന്ന് പറയുന്ന ആള് പി ഓഫ് എക്സിന്റെ ഘടകമാണ്, ഫാക്ടർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി ഞാൻ എന്താക്കാൻ പോവാണ്? ഈ എന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. ഇതിനുള്ള ട്രിക്കുകളൊക്കെ ഞാൻ പറയാൻ പോവാണ്. പക്ഷേ ചുമ്മാ ഞാനൊരു 1 എന്ന് പറയുന്ന വാല്യൂ എക്ക് കൊടുക്കുകയാണ്. പി ഓഫ് 1 ചെയ്തപ്പോൾ എന്ത് വന്നു? 1 സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 1 പ്ലസ് 1 വിച്ച് ഇസ് ഈക്വൽ ടു 0 എന്ന് വന്നു. പി ഓഫ് 1 0 കിട്ടിക്കഴിഞ്ഞാൽ ഈ പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 2 എക്സ് പ്ലസ് 1 എന്ന് പറയുന്ന പോളിനോമിയലിന്റെ ഫാക്ടർ ആയിട്ട് ആര് മാറും? എക്സ് മൈനസ് 1 മാറും. കാരണം എന്താ? ഈ എക്ക് പകരം ആര് വന്നു? 1 വന്നു. അങ്ങനെയാണെങ്കിൽ ഈ എക്ക് പകരം ആര് വരും? 1 വരും. എക്സ് മൈനസ് 1 എന്ന് പറയുന്നത് ഇയാളുടെ ഫാക്ടർ ആണ്. ഇനി മക്കളെ, ഇത് കോമൺ ആയിട്ട് നമുക്ക് എല്ലാ സമയത്തും 1ഉം 2ഉം 3ഉം ഒക്കെ ഇട്ട് കൊടുക്കാൻ പറ്റും? ഇല്ല. അതിന് നമുക്ക് കോമൺ ആയിട്ടുള്ള ട്രിക്ക് വേണം. ആ ട്രിക്കാണ് ഞാൻ പറയാൻ പോകുന്നത്. വെരി സിമ്പിൾ ആയിട്ടുള്ള ട്രിക്കാണ്, വളരെ എളുപ്പമാണ്. വളരെ എളുപ്പമാണ്. നമ്മൾ സിമ്പിൾ ആയിട്ട് എന്താക്കും? കണ്ടുപിടിക്കാൻ പോകും. ഇവിടെ ഒരു പോളിനോമിയൽ നിങ്ങൾ കണ്ടില്ലേ? സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ, രണ്ടാം കൃതി ബഹുപദം. ഇതിൽ എക്സിന്റെ മുമ്പിൽ വരുന്ന നമ്പർ ആരാ? +7. അതേപോലെ കോൺസ്റ്റന്റ് ആയിട്ട് എക്സ് ഒന്നും ഇല്ലാത്ത ആളാരാ? 12 എന്ന് പറയുന്ന ആളാണ്. അപ്പൊ ഞാൻ ഈ 7ഉം 12ഉം എഴുതി വെച്ചു. ഇനി 7 കിട്ടുന്ന രണ്ട് നമ്പേഴ്സ് എനിക്ക് വേണം. കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി എന്തായിരിക്കണം? എ പ്ലസ് ബി എന്ന് പറയുന്ന ആള്, എ എന്ന് പറയുന്ന ഒരു നമ്പർ വേണം, അതേപോലെ ബി എന്ന് പറയുന്ന നമ്പർ വേണം. എന്തിനാ രണ്ട് നമ്പേഴ്സ്? കാരണം രണ്ട് ഫാക്ടേഴ്സ് ഉണ്ടാവും, രണ്ട് ഘടകങ്ങൾ ഉണ്ടാവും. ആ രണ്ട് ഘടകങ്ങളുടെയും നമ്പേഴ്സ് കണ്ടുപിടിക്കാനാണ്. എ പ്ലസ് ബി എനിക്ക് വേണം, അതേപോലെ എ ഇൻറ്റു ബി വേണം. എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ 7 ആയിരിക്കണം, എ ഇൻറ്റു ബി എന്തായിരിക്കണം? 12 ആയിരിക്കണം. ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന രണ്ട് നമ്പേഴ്സ് എനിക്ക് വേണം. അപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, രണ്ട് നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ 12 എന്ന് പറയുന്ന നമ്മൾ ചെയ്യേണ്ട പരിപാടിയാണ് പറയാൻ പോകുന്നത്. 12 എന്ന് പറയുന്ന ആളുടെ ഫാക്ടേഴ്സ് 12 is equal to 1 into 12, 12 is equal to 2 into 6,
12 is equal to 3 into 4. ഇങ്ങനൊക്കെ ഫാക്ടേഴ്സ് ആക്കാൻ പറ്റും. ഇതിൽ ഏതെങ്കിലും ഒരു ജോഡിയിൽ ആഡ് ചെയ്താൽ, രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്താൽ 7 വരുന്നുണ്ടോ എന്ന് നോക്കിക്കേ. ഉണ്ടല്ലേ? 3ഉം 4ഉം ആഡ് ചെയ്തപ്പോൾ എന്ത് വന്നു? 7 വന്നു. അപ്പോൾ എൻ്റെ നമ്പേഴ്സ് ഏതൊക്കെ മാറി? 3 + 4ഉം അതേപോലെ 3 into 4ഉം. രണ്ട് നമ്പേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വെരി സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും. x² + 7x + 12 ഇങ്ങനെ എഴുതാം. x² + 7x + 12 is equal to x + 3 into x + 4. ഇതായിരിക്കും ഈ പോളിനോമിയലിന്റെ Q of x എന്ന് പറയുന്ന പോളിനോമിയലിന്റെ ഫാക്ടേഴ്സ്. മക്കളെ ക്ലിയർ ആണല്ലോ? ഒന്നും കൂടി നോക്കിക്കേ. x² + 7x + 12 നമ്മൾ എന്താക്കി മാറ്റി? a + b ആയിട്ട് 7 കിട്ടണം. അതേപോലെ ab 12 കിട്ടുന്ന രണ്ട് നമ്പേഴ്സ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ രണ്ട് നമ്പേഴ്സ് 3ഉം 4ഉം കിട്ടിയപ്പം x² + 7x + 12 എങ്ങനെ എഴുതാൻ പറ്റി? എനിക്ക് x + 3 into x + 4. ആ രണ്ട് നമ്പേഴ്സിന് മുമ്പിൽ എന്തൊക്കെയാ മതി? x ഇട്ട് കൊടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇതേപോലെ വരുന്ന സ്ഥിരമായിട്ട് എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതാ ഈ കാണുന്നത്. x² - 5x + 6 എന്ന് പറയുന്ന ആള്. ഇത് സെയിം മക്കളെ. a + b is equal to -5, a into b is equal to 6. ഇങ്ങനെ വരുന്ന രണ്ട് നമ്പേഴ്സ്. അതിന് 6നെ ഞാൻ ഫാക്ടർ ആക്കുന്നു. 1 into 6, 6ന് വേറെ ഫാക്ടർ ആണ് 2 into 3. ഇതിൽ ഏത് രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്താലാണ് നമുക്ക് 5 കിട്ടുക? 2 + 3 അല്ലേ? 2 + 3 ഞാൻ എന്താക്കുന്നു? 2ഉം 3 എടുക്കുന്നു. -5 ആയതുകൊണ്ട് 2 + 3 എന്ന് എഴുതുന്നു. പക്ഷേ 2 + 3 + 5 ആണ്. ഇവിടെ വേണ്ടത് -5 ആണ്. അതുകൊണ്ട് ഞാൻ അയാള് -2 - 5 -2 -5 അല്ലല്ലോ, -3 അല്ലേ? -2 -3 -2 -3 എത്ര? -5. അതേപോലെ 6 ആവണമെങ്കിൽ മക്കളെ -2 into 3 ചെയ്താൽ, -2 into -3 ചെയ്താൽ മൈനസും മൈനസും പ്ലസ് ആയിട്ട് മാറും. 2 into 3 എത്ര? അതും 6 ആണ്. രണ്ട് നമ്പേഴ്സ് കിട്ടി, -2 -3. അപ്പൊ എനിക്ക് x² - 5x + 6 is equal to ഇയാളെ ഈ ഒരു പോളിനോമിയലിനെ എങ്ങനെ എഴുതാൻ പറ്റും? എക്സിന്റെ കൂടെ ഏത് നമ്പർ എഴുതണം? -2 എഴുതണം. വെറും 2 അല്ല, -2. x -2 into x -3. രണ്ടാൾക്കാർ രണ്ടും നെഗറ്റീവ് നമ്പേഴ്സ് ആയതുകൊണ്ട് x -2 into x -3 എന്ന് കിട്ടി. നമ്പേഴ്സ് കണ്ടുപിടിക്കുക, ഫാക്ടേഴ്സ് ആക്കുക. വെരി സിമ്പിളായി നമുക്ക് എന്താക്കാൻ പറ്റും? കണ്ടുപിടിക്കാൻ പറ്റും. മക്കളെ ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ ഞാനിതാ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. x² - 3². P of x is equal to x² - 3². ഇതിന്റെ ഫാക്ടേഴ്സ് നിങ്ങൾ പെട്ടെന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്ത് നമുക്ക് എന്താക്കാം? ഇതേപോലുള്ള വീഡിയോസുമായിട്ട് ഇനിയും കണ്ടുമുട്ടാം. അതുവരെ see you then.